അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറും. പക്ഷേ ഇനീഷ്യൽ RPMസിൽ വണ്ടി ഇങ്ങനെ ആക്റ്റീവ് ട്രാക്ഷൻ ഫോർ ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് R15 അല്ല. ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഇത് R15 അല്ല, ഇത് R15ൻ്റെ ചേട്ടനാണ്. R3 ഫൈനൽ വെർഷൻ അവസാനമായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്ന R3 ആണ്. ഒരു രക്ഷയില്ലാത്ത ബൈക്കാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ അങ്ങോട്ട് എടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ ഓണറുടെ കയ്യിൽ നിന്ന്. ഞാൻ R3 ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു സർക്കിളിലുള്ള R3കളെല്ലാം എറണാകുളത്തും അങ്ങും ഇങ്ങുമൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊരു R3 ഇല്ല. അപ്പോഴാണ് ഒരു കട്ട ഡെഡ് യമഹ ഫാനായിട്ടുള്ള നമ്മുടെ ഒരു ഫോളോവർ ഫ്രണ്ട് നമുക്ക് ഈ ബൈക്ക് പ്രൊവൈഡ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ദ ബൈക്ക്. ഒരു രക്ഷയില്ല, വണ്ടി ഒരു രക്ഷയില്ല. ഞാൻ ആദ്യം തന്നെ പറയാം, R3ക്ക് ഹേറ്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല R3 വെറുക്കുന്നവരുണ്ടെന്നുള്ളത്. പക്ഷേ ഈ ബൈക്ക് ഞാൻ നിർത്തി കാണിച്ചു തരാം. കുറേ പേര് ഇപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്തിയിട്ട് വണ്ടി ഒന്ന് കാണുമെന്ന് പറയും. ഞാനൊരു നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്താം, അതുവരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഈ ബൈക്കിന് സത്യത്തിൽ ഹേറ്റേഴ്സ് ഇല്ല. ഈ ബൈക്ക് ഒരു മോശം ബൈക്കും അല്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ എഞ്ചിൻ എന്ന് പറയുന്നത് അറിയാലോ, ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, റിലയബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഒരു യമഹ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന നേരത്ത് നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു പെർട്ടിക്കുലർ റിലയബിലിറ്റി നമുക്ക് ഗ്യാരണ്ടീഡ് ആയിരിക്കും. അത് നമ്മുടെ യമഹയുടെ മിക്ക ബൈക്കുകളിലും അതുണ്ട്. അത് വേണ്ടുവോളം ഉള്ളൊരു ബൈക്കാണിത്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ ബൈക്കിൻ്റെ കാലൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ബൈക്കിൻ്റെ ഒറ്റ കാലനേ ഉള്ളൂ, അത് ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഈ വണ്ടി അവർ യമഹക്കാർ ചെയ്തു വെച്ച ഒരു ചെയ്ത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. 5.5 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെയൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് കേരളത്തിൽ വന്നിരുന്നത്. അത്രയും തന്നെ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ടൈം അവർ തന്നെ ഇതിൻ്റെ അവസാന നിമിഷങ്ങളിൽ, ഈ ബൈക്ക് ഇപ്പോൾ ഇല്ല, ഡിസ്കണ്ടിന്യൂഡ് ആണ്, ഇതിൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ ഈ ബൈക്കിൻ്റെ പ്രൈസ് ഒരു 1 ലാഖൊക്കെ അവർ കുറച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക, എന്നിട്ടും ഈ ബൈക്ക് വാങ്ങാനായിട്ട് ആളുകൾ നിന്നില്ല. ഇതിൻ്റെ ഹോൺ എനിക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇവിടെയാണ് ഹോൺ, ഞാൻ ഇവിടെ കിടന്നത് അപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ട് പോലും ഇതിൻ്റെ അവസാന നിമിഷത്ത് പോലും അവർക്കിതിൽ ഇതൊരു ഫ്ലോപ്പ് മോഡലാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് സെയിൽസിൻ്റെ കാര്യത്തിൽ അത്രത്തോളം ബെറ്റർ ആയിരുന്നില്ല. ഇതിനെക്കാട്ടിയും സങ്കടകരവും പരിതാപകരവും ആയിരുന്നു അവരുടെ MT O3യുടെ കാര്യം. അപ്പോൾ അങ്ങനെയായിരുന്നു ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ ഇത് R15 ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു 5.5 ലക്ഷം രൂപയുടെ ബൈക്കാണിത്. പക്ഷേ സ്റ്റിൽ ഇതിനെ അങ്ങനെ പെട്ടെന്ന് ആളുകൾ നോട്ടീസ് ചെയ്യുന്നൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ വണ്ടി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുവാണ്. മിക്കവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നത് ഇത് R15 ആണ് എന്നുള്ള രീതിക്കാണ്. ഞാനും ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്നും മാറ്റരുത്, ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് തന്നെ പോയി പോകും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് R15കൾ ഇങ്ങനെ എന്താ പറയുക ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും ഇത് R15 തന്നെ ആയിരിക്കും എന്നായിരിക്കും തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ R15നെ കുറ്റം പറയുന്നതല്ല, ഒരിക്കലും അങ്ങനെ കരുതരുത്. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് R15 എന്താണ് മോശം ബൈക്കാണോ എന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല. ബിക്കോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു 5.5 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നീ പുതിയ R15 ഒക്കെ വാങ്ങിച്ചല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല മർഡർ നടന്നാലായി. അപ്പോൾ അങ്ങനൊരു സംഭവമാണ്. ഈ വണ്ടിയുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയാം ഈ ഒരു വേർഷൻ വരുന്ന സമയത്ത്. ഇതിൻ്റെ പഴയ വേർഷൻ്റെ കാര്യത്തിൽ അതില്ലായിരുന്നു. കാരണം പഴയ R3 എന്ന് പറയുന്നത് അതിനൊരു ഐഡൻറ്റിറ്റി ഉള്ളൊരു ലുക്ക് ഉണ്ടായിരുന്നു. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് നോ ഡൗട്ട് അത് R3 ആണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ തീരെ വണ്ടികളെ പറ്റി അറിവില്ലാത്ത ഒരാളാണെങ്കിൽ മാത്രമേ ചിലപ്പോൾ R15 ആണോ അല്ലെങ്കിൽ R15ൽ കുറച്ച് കിറ്റൊക്കെ കെട്ടിയതാണോ എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരിക്കലും നോക്കിയിട്ട് നമ്മൾ ഇത് R15 അല്ലല്ലോ എന്നുള്ളൊരു ഫീൽ ചിലപ്പോൾ നോക്കണമെന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പയ്യന്മാർ R15 ഗംഭീരമായിട്ട് പണിഞ്ഞ് നടക്കുന്ന പയ്യന്മാരുണ്ട്. അതായത് നല്ല രീതിക്ക് പണിയുന്നവരും ഉണ്ട്, മോശമായിട്ട് പണിയുന്നവരും, ഡിപ്പെൻസ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിലാണ്. അറിയില്ല, R15നെ കുറച്ചുകൂടെ കിറ്റൊക്കെ കെട്ടി ബൾക്കായിട്ട് വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇങ്ങനെ കണ്ട് ശീലിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബൈക്കിനെയും കൂടി കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇത് R15 ആണോ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് കുറ്റം പറയാനും പറ്റില്ല. പ്രത്യേകിച്ച് ഇത് ബ്ലാക്ക് കളറും കൂടിയാണ്. ഭയങ്കര അട്രാക്ഷൻസ് ഒന്നുമില്ല, മിനിമൽ ആയിട്ടുള്ള സ്റ്റിക്കറിങ് വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ എന്തായാലും വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് സംസാരിക്കാം. നിങ്ങൾ നല്ലൊരു ശതമാനം പേരും ഇപ്പോൾ എന്നെ തെറി വിളിക്കുകയായിരിക്കും, വണ്ടി ഒന്ന് കാണിക്കൂ എന്നുള്ള രീതിക്ക്. നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാം. ഇവിടെ നല്ല സ്ഥലമൊന്നുമില്ല ഈ സൈഡിലൊന്നും, അതാണ് വേറൊരു കുഴപ്പം. ഓക്കെ, നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ബൈക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞാൻ R3യുമായിട്ട് ഒരു ഒതുങ്ങിയ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ദേ ഇരിക്കുന്ന സാധനം ബ്ലാക്ക് കളർ ബൈക്കാണ്. മിനിമൽ ആയിട്ടുള്ള R3 എന്നിവിടെ എഴുതിയിട്ടുണ്ട്, യമഹ എന്നവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ലോഗോ വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ബ്ലൂ കളറാണെങ്കിലും ഇതുപോലെ മിനിമൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് ബ്ലാക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലൂ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. പക്ഷേ ബ്ലാക്ക് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഇത്ര അടുത്ത് കാണുന്നതും ഓടിക്കുന്നതും. അപ്പോൾ ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് നേരെ വണ്ടിയുടെ കാര്യങ്ങളോട് തന്നെ പോകാം. ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു UST ഫോർക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്.
അതായത് പ്രീവിയസ് വേർഷൻ എനിക്ക് തോന്നുന്നു USD ഇല്ല, ടെലിസ്കോപ്പിക് ഫോർക്കാണ്, അതിന് ഇതിലോട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു USD, അതായത് വളരെ ചെറിയൊരു USD. ഇത്രയും വിലയുള്ളൊരു ബൈക്ക് അതിപ്പോൾ എനിക്ക് ചിലപ്പോൾ R3 ഉപയോഗിക്കുന്നവർക്ക് എൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരു ഹെയ്റ്റ് തോന്നിയാലോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. കുറച്ചധികം വണ്ടി ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു മാസ്റ്റർ ക്ലാസ് ഐറ്റം ഡിസ്കണ്ടിന്യൂഡ് ആയി പോയതും നമ്മുടെ റോഡുകളിലൊന്നും കാണാൻ പറ്റാത്തതും. കാരണം വണ്ടി ഒരു രക്ഷയില്ല. വണ്ടിയെ പറ്റി ആരും കുറ്റം പറയുന്നതായിട്ടോ അല്ലെങ്കിൽ R3 ഒരു മോശം ബൈക്കാണെന്ന് പറയുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. എനിക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല. വണ്ടി നൈസാണ്. പക്ഷേ ഈ പ്രൈസ് നമ്മളെപ്പോഴും നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസ്, മൈലേജ് പോലുള്ള ഫാക്ടേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിൽ ഇങ്ങനൊരു ബൈക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രൈസിങ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കടന്നു പോയില്ലേ എമഹ എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ തോന്നിയാൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ പ്രൈസിനെ ഒന്ന് മാറ്റി വെച്ചേക്കൂ, അത് നമുക്ക് പിന്നീട് വല്ലതും ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ഇപ്പോൾ നിങ്ങൾ മാറാതെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 6 ലക്ഷം രൂപയുടെ ബൈക്കിന് R15 പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ R15 എന്ന ആളുകൾ പറയുന്ന ഒരു ബിഹേവിയർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. 6 ലക്ഷം രൂപയുടെ ബൈക്കിലാണ് ഇത്രയും ചെറിയൊരു USD ഫോർക്കും ഒരു ടിപ്പിക്കൽ കാലിപ്പർ, അല്ലാതെ ഗംഭീരമായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സെറ്റപ്പോ അങ്ങനെ ഒന്നുമില്ല. 6 ലക്ഷം രൂപയുടെ ബൈക്കിലാണ് ഇതുപോലത്തെ ഒരു TFT കൺസോൾ പോലും അല്ലാത്ത ഒരു ഡിജിറ്റൽ ടൈപ്പ് ഡിസ്പ്ലേ, ഒരു തരത്തിലുള്ള ഈ പറയുന്ന എന്താ പറയുക ഇലക്ട്രോണിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. റോ ആയിട്ടുള്ളൊരു ബൈക്കാണ്. സ്ലിപ്പർ ക്ലച്ച് പോലും അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ 6 ലക്ഷം രൂപയ്ക്ക് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 6 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി തരാം, ഇല്ല. അല്ലെങ്കിൽ 5.5, 6 ആ റേഞ്ചിലോട്ടൊന്നും ഈ ബൈക്കിന് പ്രൈസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയാം, നമുക്ക് പ്രൈസിനെ അങ്ങ് മറക്കാം, അതാണ് നല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൈക്കിനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കാൻ സമയം കാണുള്ളൂ. അത് മറന്നിട്ട് നമുക്ക് വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനൊരു ബൈക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ Ninja 300 ഉണ്ട്, Aprilia ഉണ്ട്. സോ ആ ബൈക്കുകളൊക്കെ പല കാര്യത്തിലും ചിലപ്പോൾ ഈ ബൈക്കിനെക്കാട്ടിയും ബെറ്ററും ആയിരിക്കും. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി Aprilia ഇസ് ബെറ്റർ. റിഫൈൻമെൻറ്റ് എന്നല്ല, കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ വൈബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് Ninja ഇസ് ബെറ്റർ. ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി എനിക്ക് നിഞ്ചയിൽ ടോട്ടൽ വൈബ്രേഷൻ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ പവർ എന്ന് പറയുന്നൊരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ നിഞ്ചയെക്കാട്ടിയും ബെറ്ററാണ് R3യെക്കാട്ടിയും ബെറ്ററാണ് നമ്മുടെ Aprilia. പിന്നെ മൊത്തത്തിലുള്ളൊരു വൈബ്രേഷനും റോനെസ്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ Aprilia ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ കാറ്റഗറിയിൽ എനിക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് റോ ആയിട്ട് ഫീൽ ചെയ്യുന്ന ബൈക്ക്. ആൻഡ് ഉറപ്പായിട്ടും Aprilia'യാണ് കൂടുതൽ പവർഫുൾ. രണ്ടാമത് വൈബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ബൈക്ക് വെക്കും. മൂന്നാമത് Ninja 300 വെക്കും. ഈ രീതിക്കായിരിക്കും ഞാൻ പറയുന്നത്. പ്രൈസിങ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് Aprilia'യെക്കാട്ടിയും എനിക്ക് തോന്നുന്നു 10-30,000 രൂപയും കൊണ്ട് കൂടുതലാണ്. അങ്ങനെ കുറച്ച് കാര്യമാണ്. Ninja ആയിരിക്കും ചിലപ്പോൾ അങ്ങ് താഴെ കിടക്കുന്നത്. സോ അതുകൊണ്ട് ഞാനിത് കമ്പാരിസൺ ആയിട്ട് പറഞ്ഞതല്ല. ഞാൻ ടോട്ടലി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ 3 ബൈക്കും ഉപയോഗിച്ചപ്പോഴൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു ബൈക്ക് അല്ലെങ്കിൽ R3 വാങ്ങിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ അടുത്തും ഈ ഒരു ബൈക്കിൻ്റെ അടുത്തുള്ളൊരു ക്രേസുള്ള ഒരാളായിരിക്കും ഇത് വാങ്ങുന്നത്. ഒബിയസ്ലി ഇതിൻ്റെ ഓണറാണെങ്കിലും പുള്ളിക്ക് ഒരു CB 300 ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പുള്ളി ഇതിലോട്ട് പോയതാണ്. അത് പുള്ളിയുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു ജാപ്പനീസ് ഫാൻ ബോയ് ആയിരിക്കാം. ഹോണ്ട യമഹ, പുള്ളിക്കൊരു RX ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ക്രേസുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നോർമലി നമുക്കൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോയാൽ മതി, ബൈക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോകണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു R3 വാങ്ങിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് വേറെ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ അടുത്തൊരു താല്പര്യമുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈ ബൈക്കിലേക്ക് നോക്കാം. ഇനി ഈ കാറ്റഗറിക്കകത്ത് ഏത് എടുക്കണം, അല്ലെങ്കിൽ ഈ ട്വിൻ സിലിണ്ടർ കാറ്റഗറിക്കകത്ത് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വണ്ടിയെ പറ്റി പറഞ്ഞുതരാം. അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള കാര്യം പറയാം. ലുക്ക് വൈസ് ഇങ്ങനെയാണ്. R15-നെക്കാട്ടിയും ഒരു ഡിഫറൻസ് തോന്നുന്നതെന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത്, നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ഡെഫിനറ്റ്ലി R15 പോലെ തോന്നാം. ഇവിടെ നോക്കുന്ന സമയത്തും പെട്ടെന്ന് നമുക്ക് R15 ആയിട്ട് തോന്നാം. ഏറ്റവും കൂടുതൽ തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നോക്കുന്ന സമയത്ത് ശരിക്കും R15-ൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് തന്നെ ആയിരിക്കും ടോട്ടലി തോന്നുന്നത്. ഇതുപോലെ ബ്ലാക്ക് ബൈക്ക് കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കുക പോലുമില്ല. വളരെ R15 പോലെ തന്നെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ളൊരു ശബ്ദമാണുള്ളത്. പക്ഷേ റിങ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എക്സ്ട്രാ ബാസ് ഫീൽ ചെയ്യും. R15-നെക്കാട്ടിയും ബാസ് ഫീൽ ചെയ്യും, ഒരു തമ്പ് ഫീൽ ചെയ്യും. ആ ഓരോ സ്ട്രോക്ക് അടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ബും ബും എന്നുള്ളൊരു ചെറിയൊരു തമ്പ് റൈഡറിന് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൗണ്ടിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ഹെഡ്ലൈറ്റ്, അവിടെ ഒരു റാമർ ഇൻടേക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നത് അത് നേരെ പോകുന്നത് അങ്ങ് റേഡിയേറ്ററിലേക്ക് അടിച്ച് കയറുകയാണ് കാറ്റ്. സോ അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഹീറ്റിംഗ് ഉണ്ട്. ഹീറ്റിംഗ് ഇല്ലാത്ത ബൈക്കല്ല, ചൂടാവും. പക്ഷേ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്കുള്ള ചൂട് മാത്രമേ ഉള്ളൂ. പിന്നെ USD ഫോർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് നമുക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കൊക്കെ ഇതുപോലെയാണ്. ബാക്ക് ശരിക്കും ഭയങ്കര സൗന്ദര്യമുള്ളൊരു ബാക്കാണ്, ഷാർപ്പായിട്ടുള്ളൊരു ബാക്കാണ്. ബാക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും R15 എന്ന് പറയില്ല. ഇപ്പോൾ ടെയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു സെപ്പറേറ്റ് ടൈപ്പ്, അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ലൈറ്റ് സെറ്റപ്പ് ആയിട്ടാണ് തോന്നുന്നത്. കുറച്ചുകൂടെ വലിയ ടയറാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബാക്കും ടെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വണ്ടി ശരിക്കും വെയിറ്റ് കുറഞ്ഞൊരു ബൈക്കാണ്.
ശരിക്കും വെയിറ്റ് കുറഞ്ഞൊരു ബൈക്കാണ്. നിങ്ങൾക്ക് ഇതിൽ കയറി ഇരിക്കാനോ ഇത് മെനൂർ ചെയ്യാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ ക്ലിപ്പ് ഓൺസ് കാണുന്ന സമയത്ത് കുറച്ച് ഡിഫറൻസ് R15 തോന്നും. കൺസോള് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ R15 ആണോ എന്ന് തോന്നും. പക്ഷേ എന്നാലും ഇതിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇത് R6ൻ്റെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സോ ഇതാണ് വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു കാര്യം. വെയിറ്റ് കുറവാണ്. നിങ്ങൾക്ക് പൊക്കം കുറവാണെങ്കിൽ പോലും ഈ ബൈക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന അത്ര സീറ്റ് ഹൈറ്റ് ഉള്ളൂ. എനിക്ക് ഈ ബൈക്കിൽ 2 സൈഡിലും പ്ലാന്റഡ് ആയിട്ടുള്ള ഫുഡുണ്ട്. എനിക്ക് 2 സൈഡും കാല് കുത്താൻ പറ്റുന്നുണ്ട്. ഈ കാറ്റഗറിയിലെ എല്ലാ ബൈക്കും അങ്ങനെയാണ്. ഇപ്പോൾ നിഞ്ച 300 ആണെങ്കിലും എനിക്ക് 2 സൈഡിലും കാല് കുത്താൻ ഭയങ്കര വെയിറ്റ് കുറഞ്ഞൊരു ബൈക്കായിട്ട് തോന്നും. അപ്രീലിയ ആണെങ്കിലും ഒരുപാട് സീറ്റ് ഹൈറ്റുള്ള ബൈക്കല്ല. അപ്പോൾ ഈ കാറ്റഗറിയിലെ എല്ലാം സീറ്റ് ഹൈറ്റ് കുറഞ്ഞ ബൈക്കുകളാണ്. ഇതും സീറ്റ് ഹൈറ്റ് കുറഞ്ഞൊരു ബൈക്കാണ്. ഓക്കെ, ഇനി ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് ഓടിക്കാം. ഓടിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാം. കൺസോൾ അറിയാലോ, നമ്മുടെ ഒരു നോർമൽ ടൈപ്പാണ്. സ്വിച്ചൊക്കെ നല്ല രസമാണ്. ഓൺ ആക്കുമ്പോഴേക്കും ഒരു പ്രീമിയംനെസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാം. ഭയങ്കര രസമാണ് കേട്ടോ വണ്ടി ഹാൻഡിൽ ചെയ്യാനും കൊണ്ടു കിടക്കാനൊക്കെ എനിക്ക് ഒരു ബിഗ് ബൈക്കായിട്ട് തോന്നുന്നില്ല, ഒരു ചെറിയ ബൈക്കായിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി ബിഗ് ബൈക്ക് അല്ല, നമ്മളൊരു 300cc ക്ലാസ്സാണ്. പക്ഷേ 300cc യമഹയുടെ ഒരു ട്വിൻ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു കണ്ണിൽ പറഞ്ഞതാണ്. ഓക്കെ, സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞ് തന്നെ തുടങ്ങാം. ഇതേ ഇപ്പോൾ കുണ്ടും കുഴിയൊക്കെ കയറി ഇറങ്ങുന്നുണ്ടല്ലേ. ഈ ബൈക്ക് ഒരു സ്പോർട്സ് ബൈക്കാണ്, കംപ്ലീറ്റ്ലി സ്പോർട്സ് ബൈക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സ് ടൂറർ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് റേസ് ട്രാക്കിലൊക്കെ എടുത്ത് അനത്താൻ പറ്റിയ ഒരു ബൈക്കാണ്, അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. അതിൻ്റെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര കിടിലമാണ്. അതായത് R15ൻ്റെ സ്ട്രക്ചർ അറിയില്ല. R15ൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു ബിഗിനറിന് വേണമെങ്കിലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ R15നൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത സ്ട്രക്ചറാണ് ഈ വണ്ടിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീൽ ബേസ് കുറവാണ്, സീറ്റ് ഹൈറ്റ് കുറവാണ്, ഈ പറയുന്ന പോലെ തന്നെ വെയിറ്റ് കുറവാണ്. പ്ലസ് യമഹയുടെ ആ ഒരു റൈഡ് ക്വാളിറ്റി കൂടെ കിട്ടുമ്പോഴേക്കും നമുക്ക് എങ്ങോട്ട് വേണോ എടുത്തിട്ട് തകർക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിളായിട്ട് മാറും ഈ ഒരു വണ്ടി. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ ശരിക്കും എനിക്കൊരു സ്പോർട്സ് ബൈക്ക് പോലെ അല്ല ഫീൽ ചെയ്യുക. എനിക്കൊരു നമ്മുടെ ഡെയിലി പരിപാടികൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന, നമ്മുടെ റോഡുകൾക്കൊക്കെ മാച്ച് ആവുന്ന പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് കുറച്ച് ഹാർഡായിട്ടും ഫ്രണ്ട് ശരിക്കും സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിങ്ങിന് ബെസ്റ്റാണ്. ടൂറിങ് സെറ്റപ്പിൽ അടിപൊളിയാക്കിയിട്ടാണ് സസ്പെൻഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതും കൊണ്ടൊരു ട്രാക്ക് പർപ്പസിനോ അല്ലെങ്കിൽ ഒന്ന് അടിച്ച് പൊളിച്ച് ഓടിക്കാനോ ഒന്ന് കോർണർ പുഷ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു റൈഡിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സസ്പെൻഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ പൊട്ടൻഷ്യൽ അത്രത്തോളം ഉണ്ട്. അപ്പോൾ അതെ, ബ്രേക്ക് കണ്ടില്ലേ, ആ കാർ കയറി വന്നപ്പോൾ ഞാൻ പിടിച്ച് കണ്ടില്ലേ, അത് ഞാൻ ഒന്ന് യൂസ് ടു ആയതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ബ്രേക്കിനെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ പൊട്ടൻഷ്യൽ അത്രത്തോളം ഉണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ആയിരുന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ പവർ ആയിരുന്നാലും നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പക്ഷേ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നിങ്ങൾ ഗംഭീരമായിട്ട് എടുത്ത് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിൻ്റെ സസ്പെൻഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് ഹാർഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തകർക്കാൻ പറ്റും. അതാണ് സസ്പെൻഷൻ്റെ കാര്യം. ഇനി ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറയാം. ബ്രേക്ക് ഞാൻ കാലിബർ കാണിച്ചു തന്നല്ലോ. ഇതൊരു സാധാരണ ടൈപ്പ് ഓഫ് ബ്രേക്കാണ്. ഗംഭീരം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഒരു സ്പോഞ്ചിനെസോട് കൂടിയ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും RC ഒക്കെ നിൽക്കുന്ന പോലെ കടകടാന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കുന്നൊരു പരിപാടിയല്ല. ഒന്ന് പിടിച്ച് നമ്മളൊന്ന് യൂസ് ടു ആവണം. അതായത് നിങ്ങൾ ഹൈ സ്പീഡ്സ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ടു ആയിട്ട് മാത്രമേ ഇതിൽ വേല കാണിക്കാൻ നിൽക്കാവുള്ളൂ. നല്ല ബ്രേക്ക് പാഡ്സ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് R3യുടെ ബ്രേക്ക്. അവിടെയും ഞാൻ പറയുന്ന ഒരു എന്താ പറയുക, ഒരു റേസ് സ്പെക്കിലാണ് ബൈക്ക് ഇരിക്കുന്നതെങ്കിലും ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മളൊന്ന് പുഷ് ഫോർവേഡ് ചെയ്താലേ ഈ സാധനം നമുക്ക് വേണ്ട രീതിക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ വേണോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് ഓടിക്കണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. നിങ്ങൾ നന്നായിട്ട് പുഷ് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തകർക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. പിന്നെ പ്രീവിയസ് വെർഷനിൽ നിന്ന് ഈ വെർഷനിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അകത്തിരുന്ന് ഓടിക്കുന്ന സമയത്ത് ശരിക്കും ഡിഫറൻസ് ഉണ്ട്. കാരണം മറ്റത് നിറഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് വണ്ടിയില്ല എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ഫെയറിംഗ് ഒക്കെ ആയിട്ട് ഒരു ബൾക്കിനെസ് ഉണ്ട്. പക്ഷേ ഈ വണ്ടി ശരിക്കും ഷാർപ്പാണ്. നമുക്കൊരു ഷാർപ്പായിട്ടുള്ളൊരു മെഷീനിലിരുന്ന് എന്താ പറയുക, ഒന്ന് ടക്കിനൊക്കെ ചെയ്തിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ നമുക്കത് ഇതുപോലെയൊക്കെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ചെസ്റ്റൊക്കെ പെർഫെക്റ്റ്ലി അതിൽ പ്ലാന്റഡ് ആയിരിക്കും. ആ ഒരു രീതിക്കാണ്. എയറോഡൈനാമിക്കലി ശരിക്കും പഴയതിനെക്കാട്ടിയും ബെറ്ററാണിത്. പക്ഷേ എനിക്കറിയാം പഴയതിനാണ് ഫാൻസ് കൂടുതൽ, ആ ഒരു ലുക്കിനാണ് ഐഡൻറ്റിറ്റി ഉള്ളത്. എനിക്കും ഭയങ്കര ഇഷ്ടം പഴയത് തന്നെയാണ്. അപ്പോൾ അതാണ് എനിക്ക് അതിൽ തോന്നുന്നത്. ആൻഡ് ഇതിൻ്റെ ഓണർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതിൻ്റെ പവർ ശരിക്കും പറഞ്ഞാൽ പഴയതിന് വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഇനിഷ്യലി കുറവാണെന്നുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം.
പഴയത് ഓടിച്ചിട്ട് ഇത് ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയുണ്ട് എഞ്ചിനെ. അത് നമ്മൾ ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറും. പക്ഷേ ഇനീഷ്യൽ RPMസിൽ വണ്ടി ഇങ്ങനെ ഒന്ന് ഉറക്കത്തിന് എണീക്കില്ലേ, അതുപോലെ ഇരിക്കുകയാണ്. നമ്മളൊന്ന് പൊട്ടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളൊന്ന് കയറിക്കോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറും, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, പിടിച്ച് വെക്കൽ എനിക്ക് ഫസ്റ്റ് ജനറേഷനിൽ തോന്നിയിട്ടില്ല ഓടിക്കുന്ന സമയത്ത്. അത് ചാടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഈ വണ്ടിക്ക് അത് തോന്നുന്നുണ്ട്. ഇനി എനിക്ക് ഈ ബൈക്കിൽ കുറച്ചൊരു നെഗറ്റീവ് സൈഡായിട്ട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബൈക്കിന് വൈബ്രേഷൻ ഉണ്ട്. അതായത് ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നത് അത് അത്രയും ഭീകര വൈബ്രേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നമ്മളൊരു യമഹ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു 300cc നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലെവലിൽ നോക്കുന്ന സമയത്ത് യെസ്, ഇതിന് കുറച്ച് വൈബ്രേഷൻസ് ചില റഫ്സിൽ കുറച്ചൊന്ന് കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൽ കിട്ടുന്നുണ്ട്, നമ്മുടെ ഹഗ് ചെയ്തിരിക്കുന്ന ആ പാനൽസിൽ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്കുള്ളത്. പക്ഷേ ഇൻ ദ സെൻസ് നമുക്കൊന്ന് കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റോ ഫീലിൽ കൊണ്ടുപോകാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വൈബ്രേഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് ഞാനിത് നെഗറ്റീവായിട്ട് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. ആ ഒരു യമഹ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് 1 മാർക്ക് കുറഞ്ഞാലും ചിലപ്പോൾ ടീച്ചർ വഴക്ക് കുറയുമെന്ന് പറയുന്ന പോലെയാണ്. ആ ഒരു കണ്ടിലാണ്, അല്ലാതെ അനോയിങ് ആയിട്ടോ ഒന്നുമില്ല. സോ അതാണ് ഇതിൻ്റെ വേറൊരു സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ശരിക്കും റോ ആണ്, ഇതിൻ്റെ അതൊന്നുമില്ല. പിന്നെ അത് കണ്ടില്ലേ, ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് ചെയ്യുക. ഒരു സ്ലിപ്പ് ക്ലച്ചിൻ്റെ ഒരു പിടുത്തമുണ്ട് മൊത്തത്തിൽ. സ്ലിപ്പ് ക്ലച്ച് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് കിട്ടുന്ന പോലെയുണ്ട്. അങ്ങോട്ട് ശരിയാവുന്നില്ല ഡൗൺ ഷിഫ്റ്റുകളെല്ലാം. അപ്പ് ഷിഫ്റ്റ് എല്ലാം കിട്ടില്ലാണ്. ഗിയർ ബോക്സും അത്യാവശ്യം പറയേണ്ട കാര്യമില്ല. യമഹയാണ്, നമുക്കിങ്ങനെ ഓരോ ഗിയർ ഇടുന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അറിഞ്ഞിട്ട് പോവാം. പിന്നെ ഒരു കാര്യം, ഈ വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കുറച്ച് പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണല്ലോ, ഞാൻ R3 ആണ്, 300cc ആണ്, ഭയങ്കര പവറായിരിക്കുമല്ലോ, എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി സത്യമായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ കാര്യത്തിൽ വേണ്ട. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കായിട്ട് ഞാൻ പറയും. ബിഗിനർ ഫ്രണ്ട്ലി ഇൻ ദ സെൻസ്, നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ഒരാളല്ല, അത്യാവശ്യം ഒരു 150cc ഒക്കെ ഓടിച്ച് നന്നായിട്ട് റോഡിൽ കോമൺ സെൻസോടുകൂടി ഓടിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഒരു ഹയർ CC യമഹയിലോട്ട് നോക്കണം, ഒരു പ്രീമിയം യമഹ വേണം എന്ന് തോന്നുന്നുണ്ട്. R3 ചങ്കി പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ യെസ്, നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ബൈക്കിലേക്ക് നിങ്ങൾ നോക്കാം, ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ടില്ലേ, സ്ലിപ്പ് ക്ലച്ച് ഇല്ലായ്മയാണ് ആ കണ്ടത്. കിടക്കേന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, ഡൗൺ ഷിഫ്റ്റുകളൊന്നും അങ്ങോട്ട് ശരിയാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സൂപ്പർ യമഹ വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നോക്കാം. നിങ്ങൾ അത്യാവശ്യം കോമൺ സെൻസോടുകൂടി വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേടിക്കാതെ ഈ ബൈക്ക് എടുക്കാം. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഇനിഷ്യൽ RPMs ഒക്കെ ഭയങ്കര ശാന്ത കോമളമാണ്, ഒന്നുമില്ല, വളരെ ലീനിയർ ആയിട്ടാണ് പവർ ചെയ്യുന്നത്. നിങ്ങൾ കൈ കൊടുക്കുന്നതിനനുസരിച്ച് ഇത് ഭീകരമായി വരും. അതാണ് ഇതിൻ്റെ കാര്യം. ഒരു 7000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പുള്ളിയും നന്നായിട്ട് തന്നെ വണ്ടി വലിക്കും. അപ്പോൾ അതിന് താഴെ വളരെ ക്ലീൻ, നീറ്റ്, സ്മൂത്ത് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾക്ക് എന്താ പറയുക, വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളെ കാലി നിൽക്കുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. യെസ്, നിങ്ങൾ കോമൺ സെൻസോട് കൂടി അത്യാവശ്യം ബൈക്ക് ഓടിച്ച് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു 300cc മെരുക്കി എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ഈ വണ്ടീനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടു നടക്കാൻ പറ്റും. സോ ഒരു സ്ക്രീമിങ് അല്ലെങ്കിൽ ഒരു ഹൈ RPMൽ എടുത്തിട്ട് കിടത്താൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ യെസ്, ഇതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇപ്പോൾ നിഞ്ച 300 ഉണ്ട്, ഈ പറയുന്ന പോലെ അപ്രീലിയ ഉണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഞാൻ കമ്പാരിസനോട് പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല, നമുക്ക് ഈ വണ്ടിയെ പറ്റി മാത്രം സംസാരിക്കാം ഇനി. സോ ഓവറോൾ വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് പോലുള്ള കാര്യങ്ങൾ, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ പാർട്സ് ഒക്കെ അവൈലബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഓർഡർ ചെയ്താൽ കിട്ടും. ഒരു 1 വീക്ക് ആ ഒരു ടൈമിലൊക്കെ കിട്ടും എന്നാണ് ഞാൻ ഇതിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റിയത്. വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമല്ല. ചില പാർട്സുകൾ പോയി കഴിഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവം കൂടിയുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ മൈലേജാണ്. പൊതുവേ R3 കിട്ടുന്ന മൈലേജ്, R3 ഇപ്പോൾ നിഞ്ചയൊക്കെ വെച്ച് നോക്കുമ്പോൾ R3 മൈലേജ് കുറവായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഒരു 20 to 25 നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഏകദേശം 28 വരെ പുള്ളിക്ക് മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഓണർഷിപ്പ് പരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓണറിൻ്റെ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അയ്യോ ഓക്കെ, അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മൈലേജും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. സർവീസൊക്കെ ഒരുവിധം നല്ല ഷോറൂംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് അവിടെ പോയി സർവീസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളിയിൽ ചെയ്യുന്നതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് വെളിയിൽ നല്ല നല്ല വർക്ക്ഷോപ്പുകളുണ്ട്, കുറച്ചുകൂടി നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുപോലൊരു R3 വാങ്ങുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ പ്രൈസിന് ഇത് വാങ്ങുന്നത് നിങ്ങളുടെ ചോയ്സാണ്, ആ ഒരു 5.5-6 കൊടുത്തത് വാങ്ങണമെന്നുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ലൊരു ബൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് നശിച്ചു പോകുന്നൊരു വണ്ടിയല്ല. അത്യാവശ്യം നന്നായിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഓണറിൻ്റെ കയ്യിൽ നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ ഈ ബൈക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ ഇത്രയേ ഉള്ളൂ R3യുടെ ഒരു കുഞ്ഞ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ Traction 4. Bye.